ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ. അംഗൻവാടിയിൽ നിന്ന് എന്ത് പോകാനാന്ന് ചോദിച്ചപ്പോഴേ എല്ലാവരും തമാശ രീതിയിൽ പറഞ്ഞു വെളിച്ചെണ്ണയായിരിക്കും നോട്ടോ എന്ന്. ആ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണയാണ് നഷ്ടപ്പെട്ടത്. ഇതിലും അരിയും തേങ്ങയൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ടില്ല, അതെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. കോട്ടയം മാടപ്പള്ളിയിലെ ഒരു അംഗൻവാടിയിൽ മോഷണം നടന്നിരിക്കുകയാണ്. മോഷണം നടന്നു എന്ന് പറയുമ്പോഴും അതിലൊരു ചെറിയ കൗതുകമുള്ളത് അംഗൻവാടിയുടെ പൂട്ട് തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാവ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത് 5 പാക്കറ്റ് വെളിച്ചെണ്ണയാണ്. ഏതാണ്ട് 2500ഓളം രൂപ വില വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ചില ട്രോളുകളൊക്കെ വന്നിരുന്നു. അതായത് സ്വർണം സൂക്ഷിക്കുന്ന പോലെ ഇനി വെളിച്ചെണ്ണ സൂക്ഷിക്കേണ്ട ഗതികേടാണ് എന്നൊക്കെ പറഞ്ഞ് ചില ട്രോളുകളൊക്കെ വന്നിരുന്നു. അത്തരം ട്രോളുകളൊക്കെ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഇത് കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പഞ്ചായത്തിന്റെ പെരുമ്പനച്ചിയിലുള്ള 32-ാം നമ്പർ അംഗൻവാടിയാണ്. ഈ അംഗൻവാടിയുടെ പ്രധാന വാതിലാണിത്. ഈ വാതിലിന്റെ പൂട്ട് ആദ്യം ഈ മോഷ്ടാവ് തകർക്കുകയായിരുന്നു. തകർത്തതിന് ശേഷം അംഗൻവാടിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അംഗൻവാടിക്ക് അകത്തേക്ക് കയറിയതിനു ശേഷം ഈ മറ്റൊരു വാതിലുണ്ട്. ആ വാതിലിന്റെ പൂട്ടും തകർത്താണ് ഈ മോഷ്ടാവ് ഈ അംഗൻവാടിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അകത്ത് എത്തിയതിനു ശേഷം ഇയാൾ നേരെ പോയത് ഈ അംഗൻവാടിയുടെ സ്റ്റോർ റൂമിലേക്കാണ്. അതായത് ഭക്ഷണ സാധനങ്ങൾ, കുട്ടികൾക്ക് പാചകം ചെയ്ത് നൽകുന്നതിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റോർ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ഈ സ്റ്റോർ റൂമിൽ ഒരു വലിയ പെട്ടിയുണ്ട്. ആ പെട്ടിക്കുള്ളിലാണ് ഭക്ഷണ സാധനങ്ങളൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത്. ഈ പെട്ടിക്കുള്ളിൽ ഒരു ബക്കറ്റിനുള്ളിലാണ് വെളിച്ചെണ്ണ സൂക്ഷിച്ചിരുന്നത്. ഈ ബക്കറ്റിൽ 5 പാക്കറ്റ് വെളിച്ചെണ്ണയാണ് ആകെ ഉണ്ടായിരുന്നത്. ഈ 5 പാക്കറ്റ് വെളിച്ചെണ്ണയും മോഷ്ടാവ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. അപ്പോൾ ഈ അംഗൻവാടിയിലെ അധ്യാപികയായ ദിലീന ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചറെ, എന്താ സംഭവിച്ചേ? ഞാൻ രാവിലെ 9 മണിക്ക് അംഗൻവാടി തുറക്കാനായിട്ട് വന്നപ്പോൾ ആ ലോക്ക് തുറന്നു കിടക്കുന്ന കണ്ടു. താഴെ മാത്രം അതിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇതും തുറന്നു കിടക്കുവാണെന്ന്. അപ്പോൾ അതും തുറന്നു കിടക്കുവാണെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ഞാൻ മെമ്പറിനെ വിളിച്ചു. മെമ്പർ വന്നിട്ട് മെമ്പർ പോലീസിന് ഇൻഫോം ചെയ്തു. അപ്പോൾ ഒരു പോലീസ് അവിടുന്ന് സുരക്ഷയുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ആ സാറ് തന്നെയാണ് ആ ഡോറ് തുറന്നതും. അവിടുന്ന് ഈ അകത്ത് കയറിയിട്ട് സ്റ്റോർ റൂമിൽ കയറി ആ സാധനങ്ങൾ ഇരിക്കുന്ന പെട്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ബക്കറ്റിനകത്ത് ഞങ്ങൾ മൂടി വെച്ചിരുന്നതാണ് വെളിച്ചെണ്ണ. 5 പാക്കറ്റ് എണ്ണയുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ ആ എണ്ണയെല്ലാം കൊണ്ടുപോയി. പിന്നെ ബാക്കി തുറന്ന് നോക്കുമ്പോഴത്തേക്കും ശർക്കര കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളായിരുന്നു. 20 കിലോ ശർക്കര ഉണ്ടായിരുന്നു, 20 കിലോ റാഗിപ്പൊടിയും വന്നു. അത് ഞങ്ങൾ തുറന്ന് എണ്ണി നോക്കുമ്പോൾ 4 പാക്കറ്റ് ശർക്കരയില്ല, 2.5 കിലോ റാഗിപ്പൊടിയില്ല. പിന്നെ ഇനി എന്തൊക്കെ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ അലമാരിയെല്ലാം അലങ്കോലമാക്കിയിട്ടിരിക്കുകയായിരുന്നു. ഈ സ്റ്റോർ റൂമിനകത്തുനിന്ന് വെളിച്ചെണ്ണ അടക്കം മോഷണം പോയി. മറ്റ് സാധനങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ബാക്കി അരിയുണ്ട്, ഉഴുന്നുണ്ട്, പയറുണ്ട്, പിന്നെ അമൃതം പൊടി കുറച്ച് പേര് മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ പയർ ഇരിപ്പുണ്ടായിരുന്നു, ഉഴുന്ന് ശകലം ഉണ്ടായിരുന്നു, അരിപ്പൊടി ഉണ്ടായിരുന്നു, റവ ഉണ്ടായിരുന്നു. ഇതൊന്നും കള്ളം കൊണ്ടുപോയില്ല? ഇതൊന്നും കൊണ്ടുപോയില്ല. വെളിച്ചെണ്ണയുടെ വില തന്നെയാണ് വിഷയം തോന്നുന്നല്ലേ?